Hello students, welcome back to Plus One Economics Online Classroom. എല്ലാവരും വീടുകളിൽ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. In the previous class, we were discussed about what are the major economic challenges faced by India at the time of independence. സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് ഇന്ത്യ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? The first economic challenge faced by India was low level of agricultural productivity. ഇന്ത്യ നേരിട്ടിരുന്ന ഒന്നാമത്തെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക വെല്ലുവിളിയായിരുന്നു കാർഷിക ഉൽപാദനക്ഷമതയുടെ കുറവ്. We know that the reasons for the agricultural stagnation or agricultural backwardness of India during British colonial period. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പ്രീവിയസ് ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. One of the important reason was different kinds of land settlement systems or different kinds of ലാൻഡ് റവന്യൂ സിസ്റ്റംസ് അല്ലെ. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? വിവിധ തരം ലാൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഭൂനികുതി സമ്പ്രദായങ്ങൾ. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആയിരുന്നു ജമീന്ദാരി സിസ്റ്റം, ജമീന്ദാരി സമ്പ്രദായം. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ദ ഇമ്മീഡിയറ്റ് ആക്ഷൻസ് undertaken by India was the abolition of this ജമീന്ദാരി systems. ഇന്ത്യ ഗവൺമെന്റ് ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി. ഓക്കെ, ഒന്നാമത്തെ ഇക്കണോമിക് ചാലഞ്ച് ഇതായിരുന്നു. ആൻഡ് ദി സെക്കൻഡ് ഇക്കണോമിക് ചാലഞ്ച് ഫേസ്ഡ് ബൈ ഇന്ത്യ വാസ് ഇൻഫന്റ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇന്ത്യ നേരിട്ട രണ്ടാമത്തെ സാമ്പത്തിക വെല്ലുവിളിയായിരുന്നു ശിശു വ്യവസായ മേഖല. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തിൽ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ്, ഇന്ത്യയിലെ വ്യവസായങ്ങൾ അതിൻ്റെ ഇൻഫന്റ് സ്റ്റേജിലായിരുന്നു അല്ലെങ്കിൽ ശൈശവ ഘട്ടത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഗ്രോത്ത്, വളർച്ച ഒട്ടും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇന്ത്യയിലെ പല ഇൻഡസ്ട്രികളും പല വ്യവസായങ്ങളും. അതിനെയാണ് ശൈശവഘട്ടം. അങ്ങനെ ഗ്രോത്ത് ഇല്ലാത്ത, വളർച്ചയില്ലാത്ത ഘട്ടത്തിനെയാണ് ശൈശവഘട്ടം അല്ലെങ്കിൽ ഇൻഫന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ടു GDP. എന്തായിരുന്നു GDP എന്ന് പറഞ്ഞാൽ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. അങ്ങനെ വ്യവസായ മേഖലയിൽ നിന്ന് GDPയിലേക്കുള്ള സംഭാവന അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു. നമുക്കറിയാം, 3 സെക്ടേഴ്സ്, ഡിഫറെന്റ് 3 സെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ 3 മേഖലകളിൽ നിന്നും GDPയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ട്, സംഭാവന പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, സംഭാവന വളരെ കുറവായിരുന്നു. ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ടു GDP വാസ് വെരി ലോ. ഇൻഡസ്ട്രീസിന്റെ ഈ ഒരു ഇൻഫന്റ് സ്റ്റേജിൽ നിന്നും അല്ലെങ്കിൽ ശൈശവഘട്ടത്തിൽ നിന്നും അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ, ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നു? ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, വലിയ മൂലധന നിക്ഷേപങ്ങൾ, ദെൻ ഹ്യൂമൻ സ്കിൽസ്, മാനുഷിക കഴിവുകൾ, ദെൻ ടെക്നിക്കൽ നോ ഹൗ, സാങ്കേതിക അറിവ്, ഫൈനൽ വൺ മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകൾ. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ഇക്കണോമിക് ചാലഞ്ച് പഠിച്ചു. ആൻഡ് തേർഡ് ഇക്കണോമിക് ചാലഞ്ച് ഫേസ്ഡ് ബൈ ഇന്ത്യ വാസ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യ നേരിട്ട മൂന്നാമത്തെ സാമ്പത്തിക വെല്ലുവിളിയായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. ഓക്കെ, പോയിന്റ് പഠിച്ചു. ആൻഡ് ദി ഫൈനൽ ഇക്കണോമിക് ചാലഞ്ച് ഫേസ്ഡ് ബൈ ഇന്ത്യ വാസ് പോവർട്ടി ആൻഡ് ഇൻഇക്വാളിറ്റി. ഇന്ത്യ നേരിട്ട അവസാനത്തെ, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വെല്ലുവിളിയായിരുന്നു ദാരിദ്ര്യവും അസമത്വവും.
പോവർട്ടി ആൻഡ് ഇൻഇക്വാളിറ്റി. പോവർട്ടി എന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ ഇവിടെ നമ്മൾ പഠിക്കും. ഇന്ത്യൻ ഇക്കോണമിയിലെ 4th ചാപ്റ്റർ പോവർട്ടി ആണ്. പോവർട്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ആരായിരുന്നു അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്? യെസ്, ദാദാബായ് നവറോജി. അദ്ദേഹമാണ് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അതിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡ്രെയിൻസ് ഇന്ത്യസ് വെൽത്ത് ഇൻ ടു ബ്രിട്ടൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനായിട്ട് ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ടുപോയി. ഓക്കെ ആണല്ലോ. അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ എന്തുണ്ടായി? പോവർട്ടി ആൻഡ് ഇൻഇക്വാളിറ്റീസ് ഉണ്ടായി. ഓക്കെ, വലിയൊരു ദാരിദ്ര്യം അന്ന് ഇന്ത്യയിൽ നേരിട്ടു. അപ്പോൾ ആ ദാരിദ്ര്യം ഇല്ലാതാക്കണം. അതായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് നേരിട്ട വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി. എങ്ങനെ ഈ പോവർട്ടി ഓവർകം ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം, അതായിരുന്നു ഇന്ത്യ നേരിട്ടിരുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വെല്ലുവിളി. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ഇന്ത്യസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഹെൽഡ് ഇൻ ദി ഇയർ 1881. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതായിരുന്നു? 1881. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യ കണക്കെടുപ്പാണ്. നിങ്ങൾ കേട്ട് കാണും, മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്താണെന്ന് പലർക്കും അറിയണമെന്നില്ല. എന്നാൽ ചില കുട്ടികൾക്ക് അത് അറിയാൻ ചെയ്യാം. എന്താണ് സെൻസസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ ആണല്ലോ. ജനസംഖ്യ കണക്കെടുപ്പ്, അതിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ്, ഒഫീഷ്യൽ സെൻസസ് നടന്ന വർഷമാണ് 1881. അത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇൻ ഇന്ത്യ സെൻസസ് ഈസ് കണ്ടക്റ്റഡ് ഇൻ 10 years ഇന്റർവൽ ബേസിസ്. ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ആ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈസ് 1951. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, അതായത് ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഒഫീഷ്യൽ സെൻസസ്, ഔദ്യോഗിക സെൻസസ് നടന്ന വർഷമാണ് 1951, 1951. ഈ 2 വർഷം തമ്മിൽ മാറിപ്പോവരുത്. ഇന്ത്യയിലെ ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് നടന്ന വർഷം 1881 ആണ്. എന്നാൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്ന വർഷമാണ് 1951. ഓക്കെ ആണല്ലോ. ഇന്ത്യയിൽ ലാസ്റ്റ് സെൻസസ് നടന്ന വർഷം ഏതായിരുന്നു? 2011 ആണ്. 2011 ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത്. അപ്പോൾ ഇനി അടുത്ത സെൻസസ് ഏത് വർഷമായിരിക്കും? നേരത്തെ പറഞ്ഞു 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. സെൻസസ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ ഇൻ എ 10 years റെഗുലർ ഇന്റർവൽ ബേസിസ്. അപ്പോൾ ഇനി എന്നായിരിക്കും ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്? യെസ്, 2021 2021. അപ്പോൾ 2011 ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത്. ഇനി നെക്സ്റ്റ് സെൻസസ്, ഇനി വരുന്ന സെൻസസ് ഏത് വർഷമാണ്? 2021. അപ്പോൾ ഓക്കെ ആണോ? 1881 ഇയർ പഠിച്ചു, 1951 പഠിച്ചു, 2011 കുറിച്ച് പഠിച്ചു, നെക്സ്റ്റ് 2021. ഓക്കെ ആണല്ലോ. ദി ഏജൻസി വിച്ച് കണ്ടക്റ്റഡ് സെൻസസ് ഇൻ ഇന്ത്യ ഈസ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ, RGCC. ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സെൻസസുമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് നടത്തുന്ന ഏജൻസിയുടെ പേരെന്താണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ, RGCC. അതിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും പോയിന്റുകൾ പഠിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ലാസ്റ്റ് സെൻസസ് നടന്ന വർഷം ഏതാണ്? 2011 ആണ്, 2011 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദി
15th നാഷണൽ സെൻസസ് 2011 ഇന്ത്യയിൽ നടന്നത് 15ാമത്തെ ദേശീയ സെൻസസ് ആയിരുന്നു. എത്രാമത്തെയാണ്? 15ാമത്തെ ദേശീയ സെൻസസ് ആയിരുന്നു. 15th നാഷണൽ സെൻസസ് ഓർത്തു വെക്കുക. ഒരു അഡീഷണൽ നോളജ് ആണ്. ക്ലിയർ ആണല്ലോ? ആൻഡ് 7th നാഷണൽ സെൻസസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള 7ാമത്തെ ദേശീയ സെൻസസ് കൂടെയാണ് 2011 സെൻസസ്. 2011 സെൻസസുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നെന്തായിരുന്നു? 15ാമത്തെ ദേശീയ സെൻസസ്, 15th നാഷണൽ സെൻസസ് ആണ് 2011 കഴിഞ്ഞത്. അതുപോലെ 7th നാഷണൽ സെൻസസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 7ാമത്തെ നാഷണൽ സെൻസസ്, ദേശീയ സെൻസസ് കൂടെയാണ് 2011 കഴിഞ്ഞത്. ഓക്കെ ആണല്ലോ? അത്രയും പോയിന്റുകൾ പഠിച്ചു. ഇനി നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, അതായത് സെൻസസുമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് മോട്ടോ ഓഫ് സെൻസസ്. സെൻസസിന്റെ മുദ്രാവാക്യം, ദാറ്റ് ഈസ് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. സെൻസസിന്റെ മുദ്രാവാക്യം എന്താണ്? നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി. ഇത്രയുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇൻഡിക്കേറ്റ് ദി വോളിയം ആൻഡ് ഡയറക്ഷൻ ഓഫ് ട്രേഡ് അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യ ലബ്ധി സമയത്തുള്ള ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വിശദീകരിക്കുക. ആൻസർ ശ്രദ്ധിച്ചോളൂ. ഡ്യൂറിംഗ് ദി കൊളോണിയൽ റൂൾ ദ ബ്രിട്ടീഷ് ഫോളോവഡ് എ ഡിസ്ക്രിമിനേറ്ററി താരിഫ് പോളിസി അണ്ടർ വിച്ച് ദേ ഇമ്പോസ്ഡ് ഹെവി താരിഫ്, ദാറ്റ് ഈസ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ ഇന്ത്യാസ് എക്സ്പോർട്ട് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് while allowing free export of India's raw material to Britain and free import of British products to India. കൊളോണിയൽ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ വിവേചനപരമായ ഒരു താരിഫ് നയമായിരുന്നു പിന്തുടർന്നിരുന്നത്. ഇന്ത്യയുടെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ കനത്ത താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. എന്നുവെച്ചാൽ കയറ്റുമതി ചുങ്കം അല്ലെങ്കിൽ കയറ്റുമതി തീരുവ എന്ന് പറയും. കയറ്റുമതി ചെയ്യാൻ ടാക്സ്, നികുതി കൊടുക്കണമായിരുന്നു, അത് ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം ഇന്ത്യയുടെ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് സൗജന്യമായി കയറ്റുമതി ചെയ്യാനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് സൗജന്യമായി ഇറക്കുമതി ചെയ്യാനും അനുവദിച്ചു. എന്നുവെച്ചാൽ ഈ 2 കാര്യങ്ങൾക്കും, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യാൻ, കയറ്റുമതി ചെയ്യാൻ ഈ എക്സ്പോർട്ട് ബാരിയർ ആയിട്ടുള്ള താരിഫ് ഇല്ലായിരുന്നു, താരിഫ് നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നു. അതുപോലെ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ, ഇറക്കുമതി ചെയ്യാനും താരിഫ് നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നു. അത് ഫ്രീ ആയിരുന്നു, ഫ്രീ ട്രേഡ് ആയിരുന്നു. ദിസ് മെയ്ഡ് Indian exports costlier and its international market fell drastically. ഇത് ഇന്ത്യൻ കയറ്റുമതിയെ വിലയേറിയതാക്കുകയും അന്താരാഷ്ട്ര ആവശ്യം ഗണ്യമായി കുറയുകയും ചെയ്തു. India's export basket during the colonial rule comprised mainly of primary products like sugar, jute, silk, etc. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ കയറ്റുമതി പ്രധാനമായും പ്രാഥമിക ഉൽപ്പന്നങ്ങളായ പഞ്ചസാര, ചണം, പട്ട് തുടങ്ങിയവയായിരുന്നു. ആൻഡ് ദി ഇമ്പോർട്ട്സ് കംപ്രൈസ്ഡ് ഓഫ് ഫിനിഷ്ഡ് കൺസ്യൂമർ ഗുഡ്സ് ലൈക്ക് കോട്ടൺ, വൂളൻ ക്ലോത്ത്സ് എക്സെട്ര ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നുള്ള പരുത്തി തുണിത്തരങ്ങൾ, കമ്പിളി വസ്ത്രങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളായിരുന്നു ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി. ആസ് ദി മോണോപ്പൊളി പവർ ഓഫ് ഇന്ത്യാസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് റെസ്റ്റഡ് വിത്ത് ബ്രിട്ടൻ, സോ മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യാസ് ട്രേഡ് വാസ് റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ ആൻഡ് ദി റിമൈനിങ് ഇമ്പോർട്ട്സ്
were directed towards China, Persia and Sri Lanka. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ പകുതിയും ബ്രിട്ടനുമായിട്ടാകുന്ന വിധത്തിൽ ബ്രിട്ടീഷ് വ്യാപാര നയം രൂപപ്പെടുത്തി. ചൈന, സിലോൺ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ശ്രീലങ്ക, ശ്രീലങ്കയുടെ പഴയ പേരായിരുന്നു സിലോൺ. ആൻഡ് പേർഷ്യ, ഇപ്പോഴത്തെ ഇറാൻ, ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പഴയ പേരായിരുന്നു പേർഷ്യ. ഈ 3 രാജ്യങ്ങളുമായിട്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് പ്രീ കൊളോണിയൽ പീരിയഡിൽ ഇന്ത്യ ട്രേഡ് നടത്തിയിരുന്നത്. പ്രധാനമായിട്ടും ഈ 3 രാജ്യങ്ങളുമായിട്ടായിരുന്നു. ഓക്കെ, എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാരം ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിൻ്റെ പകുതി മാത്രമായി കുറഞ്ഞു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കുറച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്ത കാര്യം എന്താണ്? ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് റിലേഷൻഷിപ്പ്, വ്യാപാര ബന്ധം പകുതിയായിട്ട്, ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ടിന്റെ പകുതിയായിട്ട് കുറച്ചു. The opening up of Suez Canal further intensified the monopoly power of the British over India's foreign trade. സൂയസ് കനാൽ തുറന്നു കൊടുത്തത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം കടുപ്പിക്കുന്നതിന് സഹായകമായി. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും 1 വേർഡ് ആയിട്ട് ചോദിച്ച് കാണാറുള്ള ഒന്നാണ്. സൂയസ് കനാൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരുന്നു? സൂയസ് കനാൽ. സൂയസ് കനാൽ തുറന്നു കൊടുത്തത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം കടുപ്പിക്കുന്നതിന് സഹായകമായി. ഈ ഒരു പോയിന്റ് അതേപോലെ ചോദ്യമായിട്ട് വരും. അതായത് ദി ഓപ്പണിംഗ് അപ്പ് ഓഫ് ഡാഷ് ഫർദർ ഇന്റൻസിഫൈഡ് ദി മൊണോപ്പൊളി പവർ ഓഫ് ദി ബ്രിട്ടീഷ് ഓവർ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. ഓക്കെ, ആ രീതിയിലാണ് ചോദ്യം ചോദിക്കാറ്. അതായത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം കടുപ്പിക്കുന്നതിന് സഹായകമായ സംഭവം ഏതായിരുന്നു? ആ ഇൻസിഡന്റ് ഏതായിരുന്നു? എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് ഉത്തരം? ഓപ്പണിംഗ് അപ്പ് ഓഫ് സൂയസ് കനാൽ, സൂയൂസ് കനാൽ തുറന്നു കൊടുത്ത സംഭവം. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ലെഡ് ടു ദി ഫാസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ ആൻഡ് വൈസ് വേഴ്സ. ഇത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്കും ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കും ചരക്ക് അതിവേഗം നീങ്ങുന്നതിലേക്ക് നയിച്ചു. ദ സർപ്ലസ് ജനറേറ്റഡ് ഫ്രം ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് വാസ് നോട്ട് ഇൻവെസ്റ്റഡ് ഇൻ ഇന്ത്യൻ ഇക്കണോമി, റാദർ ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് വാർ പർപ്പസസ്. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ നിന്നും ലഭിക്കുന്ന മിച്ചം എന്ന് വെച്ചാൽ വ്യാപാര മിച്ചം, ട്രേഡ് സർപ്ലസ്. ഫോറിൻ ട്രേഡിൽ നിന്നും ലഭിക്കുന്ന ലാഭം, അതിനെയാണ് എന്ത് പറയുന്നത്? ട്രേഡ് സർപ്ലസ്, വ്യാപാര മിച്ചം. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ലഭിക്കുന്ന ട്രേഡ് സർപ്ലസ്, വ്യാപാര മിച്ചം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരിക്കൽ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിച്ചിരുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല. പകരം ബ്രിട്ടന്റെ ഭരണപരമായും യുദ്ധപരമായുമുള്ള ആവശ്യങ്ങൾക്കായി അവർ ഉപയോഗിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യക്ക് അവകാശപ്പെട്ട ട്രേഡ് സർപ്ലസ്, വ്യാപാര മിച്ചം ഒരിക്കൽ പോലും നമുക്ക് ലഭിച്ചിരുന്നില്ല. മറിച്ച് അവരുടെ രാജ്യത്തിലെ ഹോം കൺട്രിയായ ബ്രിട്ടനിലെ വാർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു, സ്പെൻഡ് ചെയ്തു. ഓക്കെ, ദിസ് ലെഡ് ടു ദി ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത് ടു ബ്രിട്ടൻ. ഇത് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതിലേക്ക് നയിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇൻഡിപെൻഡൻസ് സമയത്തുള്ള, സ്വാതന്ത്ര്യ സമയത്തുള്ള ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലത്തെക്കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Were there any positive contributions made by the British in India? Discuss. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് പോസിറ്റീവ് സംഭാവനകൾ എന്ന് വെച്ചാൽ നല്ല സംഭാവനകൾ
നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എക്സാമിന് ചോദിക്കാറുള്ളത് കൂടെയാണ്. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. യെസ്, there were various positive contributions that were made by the British in India. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പല പോസിറ്റീവ് സംഭാവനകളും ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. The contributions were not intentional but purely the effects of colonial exploitation of the British. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ പോസിറ്റീവ് സംഭാവനകൾ ഒരിക്കലും ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവർ ആവിഷ്കരിച്ച കാര്യങ്ങളല്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി their own interest, അവരുടെ ഇൻട്രസ്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നതാണ് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും. അത് പിൽക്കാലത്ത് later it is turned as positive contribution. എന്നാൽ പിൽക്കാലത്ത് അതെന്തായിട്ട് മാറി? ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് സംഭാവനകളായിട്ട് മാറി, ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടായ കാര്യങ്ങളായി മാറി. ഓക്കെ, ദി ഫോളോയിങ് ആർ ദി പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ പോസിറ്റീവ് സംഭാവനകൾ താഴെ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് പോസിറ്റീവ് സംഭാവനകൾ എന്ന് പറയുന്നത്? അതിന്റെ കാരണം അവർ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്, അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യക്ക് ദോഷകരമായ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ പിൽക്കാലത്ത് ചില കോൺട്രിബ്യൂഷൻസ് അത് ഇന്ത്യയെ ആകെ മാറ്റിമറിച്ചിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. അതിനെയാണ് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് സംഭാവനകൾ എന്ന് വിളിക്കുന്നത്. അതൊരിക്കലും പോസിറ്റീവ് ആവണം എന്ന് വിചാരിച്ച് അവർ തുടങ്ങി വച്ചതല്ല, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല, അത് പിന്നീട് പോസിറ്റീവായിട്ട് മാറിയതാണ്. അത് ഓർത്ത് വെക്കണം. ആ പോയിന്റ് അവിടെ വളരെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ, ഒന്നാമത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സംഭാവനയായിരുന്നു ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ്. റെയിൽവേയുടെ വരവ് അല്ലെങ്കിൽ റെയിൽവേയുടെ രൂപീകരണം. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് by the British was a breakthrough in the development process of Indian economy. ബ്രിട്ടീഷുകാർ റെയിൽവേ അവതരിപ്പിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വികസന പ്രക്രിയയിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഓക്കെ, റെയിൽവേയുടെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ വരവ് ഇന്ത്യൻ ഇക്കണോമിയിൽ വളരെ വലിയൊരു മാറ്റമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, എന്നായിരുന്നു റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ, വർഷം? പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. 1850, 1850 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, റെയിൽവേ ആവിഷ്കരിച്ചത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു. 1853 ഏപ്രിൽ 16, 1853 ഏപ്രിൽ 16 ഈ വർഷത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ പാസഞ്ചർ ട്രെയിന് യാത്ര ആരംഭിച്ച വർഷമാണ് 1853 ഏപ്രിൽ 16. എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ഫ്രം ബോംബെ ടു താനെ. എന്തായിരുന്നു? ബോംബെ ടു താനെ. ബോംബെ മുതൽ താനെ വരെ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഒന്നാമത്തെ പാസഞ്ചർ ട്രെയിന് സർവീസ് ആരംഭിച്ചത്. അപ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്. റെയിൽവേ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1850 എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഓടിയത്, ഓക്കെ, അതിന്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് 1853 ഏപ്രിൽ 16 വർഷം ഓർത്തു വെക്കണം, ആ ഇയർ ഓർത്തു വെക്കണം, മന്ത് ഓർത്തു വെക്കണം, ആ ഡേറ്റ് ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ഫ്രം ബോംബെ ടു താനെ. ബോംബെ മുതൽ താനെ വരെ ആയിരുന്നു യാത്ര. ഓക്കെ, ഇറ്റ് ഓപ്പൺഡ് അപ്പ് ദി
cultural and geographical barriers and facilitated commercialization of Indian agriculture. ഇത് സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ തുറക്കുകയും ഇന്ത്യൻ കാർഷിക വാണിജ്യവൽക്കരണം സുഗമമാക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ്, റെയിൽവേയുടെ വരവ് പഠിച്ചു. സെക്കൻഡ് കോൺട്രിബ്യൂഷൻ, രണ്ടാമത്തെ സംഭാവന നോക്കിക്കോളൂ. ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക വാണിജ്യവൽക്കരണത്തിന്റെ തുടക്കം. ദി ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബ്രേക്ക് ത്രൂ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് ഇന്ത്യയിൽ കൃഷി ഉപജീവന മാർഗമായിരുന്നു. കാർഷിക വാണിജ്യവൽക്കരണത്തോടെ വിപണി ആവശ്യകത അനുസരിച്ച് കാർഷിക ഉൽപാദനം നടന്നുകൊണ്ടിരുന്നു. ബട്ട് വിത്ത് ദി കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ദി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വാസ് ക്യാരീഡ് ഔട്ട് ആസ് പെർ ദി മാർക്കറ്റ് റിക്വയർമെന്റ്സ്. ഈ കാരണത്താലാണ് ഇന്ന് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുന്നത്. ദാറ്റ് ഈസ്, ഇറ്റ് വാസ് ഡ്യൂ ടു ദിസ് ഫാക്ടർ ദാറ്റ് ടുഡേ ഇന്ത്യ ക്യാൻ എയിം അറ്റ് അറ്റൈനിങ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. തേർഡ് കോൺട്രിബ്യൂഷൻ, മൂന്നാമത്തെ സംഭാവന ശ്രദ്ധിച്ചോളൂ. ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രീ ട്രേഡ് ടു ഇന്ത്യ, ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാരം അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഫോഴ്സ്ഡ് ഇന്ത്യ ടു ഫോളോ ഫ്രീ ട്രേഡ് പാറ്റേൺ ഡ്യൂറിംഗ് ദി കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണകാലത്ത് സ്വതന്ത്ര വ്യാപാര രീതി പിന്തുടരാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ നിർബന്ധിച്ചു. ദിസ് ഈസ് ദി കീ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ടുഡേ. ഇന്നത്തെ ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ പറഞ്ഞ ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാരം. ഗ്ലോബലൈസേഷനെ കുറിച്ചെല്ലാം ഇന്ത്യൻ ഇക്കോണമിയിൽ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നിങ്ങൾ ആ ടേം ഒന്ന് പരിചയപ്പെടുക, ഒന്ന് ഓർത്തു വെക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ കോൺസെപ്റ്റ് ആണ് ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാരം. ദ ഫ്രീ ട്രേഡ് പ്രൊവൈഡഡ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി വിത്ത് എ പ്ലാറ്റ്ഫോം ടു കംപ്ലീറ്റ് വിത്ത് ദി ബ്രിട്ടൻ ഇൻഡസ്ട്രീസ്. സ്വതന്ത്ര വ്യാപാരത്തിന്റെ ആമുഖം ഇന്ത്യയുടെ കയറ്റുമതിയുടെ അളവ് അതിവേഗത്തിൽ വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു. The introduction of free trade led to an increase in the volume of India's export rapidly. Fourth contribution, നാലാമത്തെ സംഭാവന നോക്കിക്കോളൂ. ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച. The infrastructure developed in India by the British proved as useful tool to check the spread of famines. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനം ബ്രിട്ടീഷുകാർ ക്ഷാമത്തിന്റെ വ്യാപനം പരിശോധിക്കുന്നതിനുള്ള ഉപയോഗപ്രദമായ ഉപകരണമായി തെളിയിച്ചു. ദി ടെലഗ്രാം ആൻഡ് പോസ്റ്റൽ സർവീസസ് സെർവ്ഡ് ഇന്ത്യൻ പബ്ലിക്. ടെലഗ്രാം സംവിധാനവും പോസ്റ്റൽ സേവനങ്ങളും ഇന്ത്യൻ പൊതുജനങ്ങൾക്ക് വലിയ സേവനം നൽകി. ഫിഫ്ത്ത് കോൺട്രിബ്യൂഷൻ, അഞ്ചാമത്തെ സംഭാവന നോക്കിക്കോളൂ. പ്രൊമോട്ടഡ് വെസ്റ്റേൺ കൾച്ചർ, പാശ്ചാത്യ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് പ്രൊമോട്ടഡ് വെസ്റ്റേണൈസ്ഡ് ഫോം ഓഫ് എഡ്യൂക്കേഷൻ. പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ ഭാഷയായി ഇംഗ്ലീഷ് ഭാഷയെ പ്രോത്സാഹിപ്പിച്ചു. നമുക്കറിയാം അല്ലേ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ, ഒരുപാട് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയിരുന്നത്. എന്നാൽ അവരുടെ ഒരു
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അല്ലേ? പാശ്ചാത്യ സംസ്കാരത്തിന്റെ, വെസ്റ്റേണൈസ്ഡ് കൾച്ചറിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു കീ കോൺസെപ്റ്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഭാഷ. അത് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത്, ഇന്ത്യക്കാർക്ക് മുന്നിൽ അത് ഒരു ഫെമിലിയർ ആക്കി മാറ്റിയത് ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്റ്റഡ് ആസ് എ വിൻഡോ ടു ദി ഔട്ട്സൈഡ് വേൾഡ്. ഇംഗ്ലീഷ് ഭാഷ പുറം ലോകത്തേക്കുള്ള ഒരു ജാലകമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജാലകമായിട്ടാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം അല്ലെ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു നേറ്റീവ് ലാംഗ്വേജ് മാത്രമല്ല, മറിച്ച് ഒരു വേൾഡ് ലാംഗ്വേജ് ആണ്, അല്ലെ? വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. ദിസ് ആസ് ഇന്റഗ്രേറ്റഡ് ഇന്ത്യ വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഇത് ഇന്ത്യയെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി സംയോജിപ്പിച്ചു, അല്ലെങ്കിൽ ബന്ധിപ്പിച്ചു, റിലേറ്റ് ചെയ്യിച്ചു. സിക്സ്ത് കോൺട്രിബ്യൂഷൻ, ആറാമത്തെ സംഭാവന, റോൾ മോഡൽ. ഓക്കെ, റോൾ മോഡൽ. ദി വേ ആൻഡ് ദി ടെക്നിക് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആക്ട്സ് ആസ് എ റോൾ മോഡൽ ഫോർ ദി ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ആൻഡ് പ്ലാനേഴ്സ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ രീതിയും സാങ്കേതികതയും ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്കും ആസൂത്രകർക്കും ഒരു മാതൃകയാണ്, അല്ലെ? ഈവൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ, ഇന്ത്യൻ ഭരണഘടനയിലെ പല ആർട്ടിക്കിളുകളും ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പല പൊളിറ്റിക്കൽ കാര്യങ്ങളും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രിട്ടനെ റോൾ മോഡൽ ആക്കിയിട്ടാണ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല ആർട്ടിക്കിളുകളും ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഹെൽപ്ഡ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ടു ഗവേൺ ദി കൺട്രി ഇൻ എ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് മാനർ. കാര്യക്ഷമമായും ഫലപ്രദമായും രാജ്യം ഭരിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയക്കാരെ ഇത് സഹായിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ പോസിറ്റീവ് സംഭാവനകൾ, പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ബ്രിട്ടീഷ് ടു ഇന്ത്യ. എത്ര പോയിന്റുകൾ പഠിച്ചു? 6 പോയിന്റുകൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഏതൊക്കെയായിരുന്നു? ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ്, റെയിൽവേയുടെ വരവ്. സെക്കൻഡ്, ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക വാണിജ്യവൽക്കരണത്തിന്റെ തുടക്കം. തേർഡ്, ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രീ ട്രേഡ് ടു ഇന്ത്യ, ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാരം അവതരിപ്പിച്ചു. ഫോർത്ത് വൺ, ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച. ഫിഫ്ത്ത് വൺ, പ്രൊമോട്ടഡ് വെസ്റ്റേൺ കൾച്ചർ, പാശ്ചാത്യ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് ഫൈനൽ, സിക്സ്ത് വൺ, ആക്റ്റഡ് ആസ് എ റോൾ മോഡൽ ടു ഇന്ത്യ, ഇന്ത്യക്ക് ഒരു റോൾ മോഡലായി പ്രവർത്തിച്ചു. ഓക്കെ, ഇത്രയുമാണ് പഠിച്ചത്. ഇന്നെടുത്ത ഈ 2 ഭാഗങ്ങളും എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വീട്ടിൽ നിന്ന് നന്നായിട്ട് വായിക്കണം. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.